ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഗിറ്റ് സ്റ്റാഷ് എന്ന കമാൻഡ് വർക്ക് ചെയ്യുന്നത് അതിന്റെ യൂസ് കേസസ് വിത്ത് എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫീച്ചർ എ, ഫീച്ചർ ബി. ഇങ്ങനെ സങ്കല്പിക്കുക, ഫീച്ചർ ബി ഓൾറെഡി ഡിപ്ലോയിഡ് ആണ്. അത് സക്സസ് ആയി ഇപ്പം പ്രൊഡക്ഷനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്നത് ഫീച്ചർ എയിലാണ്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു അർജന്റ് റിക്വയർമെന്റ് ഫീച്ചർ ബിയിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ സ്വാഭാവികം എന്തായിട്ട് എന്ത് ചെയ്യണം? ഫീച്ചർ ബിയിലേക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യണം. അപ്പം ഈ ഫീച്ചർ എയിൽ ഇതുവരെയുള്ള ചേഞ്ചസ് നിങ്ങൾ എവിടെ സ്റ്റോർ ചെയ്യും? അത് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് സ്റ്റാഷ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫീച്ചർ എയിലാണ്. ഞാനിപ്പം ഇവിടെ ഗിറ്റ് സ്റ്റാഷ് എന്ന് കൊടുക്കും. ഗിറ്റ് സ്റ്റാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ഫീച്ചർ എയിൽ വരുത്തിയ ചേഞ്ചസ് ടെമ്പററി ആയിട്ട് ഗിറ്റിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഫീച്ചർ ബിയിൽ പോയിട്ട് അതിന് വേണ്ട എല്ലാ ചേഞ്ചസ് എല്ലാം കഴിഞ്ഞ് ഡിപ്ലോയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെയും ഫീച്ചർ എയിലേക്ക് മടങ്ങി വരുന്ന ടൈമിൽ നമ്മളുടെ ടെമ്പററി സേവ് ചെയ്ത സാധനങ്ങൾ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഗിറ്റ് സ്റ്റാഷ് പോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെമ്പററി സേവ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് തിരിച്ചു കിട്ടും. എന്നിട്ട് നമ്മളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി വേറൊരു കാര്യം, സ്റ്റാഷ് ചെയ്ത ഹിസ്റ്ററീസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ ഗിറ്റ് സ്റ്റാഷ് ലിസ്റ്റ് എന്ന് കൊടുത്താൽ മതി. ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാഷ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഹിസ്റ്ററി കാണിക്കും, ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് കാണിക്കും. ഇപ്പം ഹിസ്റ്ററി കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ഈ ഒരു പർട്ടിക്കുലർ ഫയൽ സ്റ്റാഷ് ചെയ്യാണ്. എന്നിട്ട് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാഷ് ഹിസ്റ്ററിയിൽ ഒന്ന് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റാഷ് ഉണ്ട്. ഇനി ഇവിടെ മൾട്ടിപ്പിൾ സ്റ്റാഷ് ഉണ്ടെങ്കിൽ ഈ ഇവിടെ 0, 1, 2, 3 ഇങ്ങനെ വരും. ഇപ്പം ഗിറ്റ് സ്റ്റാഷ് പോപ്പ് എന്ന് നിങ്ങൾ കൊടുക്കുന്ന ടൈമിൽ ഏതാണോ 0th പൊസിഷനിലുള്ളത് അതാണ് നിങ്ങൾക്ക് വർക്കിംഗ് ഡയറക്ടറിക്ക് തിരിച്ചു കിട്ടുന്നത്. ഓക്കെ. ഇനി ഏതെങ്കിലും പെർട്ടിക്കുലർ ഫയൽ മാത്രമാണ് നിങ്ങൾക്ക് സ്റ്റാഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റ് സ്റ്റാഷ് പുഷ് ആ ഒരു പർട്ടിക്കുലർ ഫയലിന്റെ പാത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ഫയൽ മാത്രം സ്റ്റാഷ് ചെയ്യും. പിന്നെ ലേറ്റർ നിങ്ങൾക്ക് അത് റിട്രീവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഗിറ്റ് സ്റ്റാഷിനെ പറ്റിയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.